പൊളിറ്റിക്കൽ ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. മെക്സിക്കോയ്ക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്താനുള്ള തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു മാസത്തേക്ക് തീരുവ വർധന നടപ്പാക്കില്ല. മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം എന്നതാണ് സൂചന. ചൊവ്വാഴ്ച മുതലാണ് തീരുവ വർധന നിലവിൽ വരാനിരുന്നത്. കാനഡയുടെ തീരുവ വർധനയുമായി ബന്ധപ്പെട്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായും ട്രംപ് ചർച്ച നടത്തുമെന്നാണ് വിവരം. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ മാസം 13-നെന്ന സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. വാഷിംഗ്ടൺ DC-യിലാണ് കൂടിക്കാഴ്ച. വിസ നിയമലംഘകർക്കെതിരായ ശക്തമായ നടപടിയുമായി UAE. പൊതുമാപ്പ് കാലയളവിന് ശേഷം നടത്തിയ പരിശോധനയിൽ 6000-ഓളം ആളുകളെ പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. ഇവരെ നാട് കടത്തുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് താമസ കുടിയേറ്റ വകുപ്പ് വ്യക്തമാക്കി. വിസ നിയമലംഘകരെ കണ്ടെത്താൻ ശക്തമായ നടപടികളാണ് രാജ്യമെങ്ങും പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം 6000 നിയമലംഘകരെയാണ് ഇത്തരത്തിൽ പിടികൂടിയതെന്ന് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു. ടുവേർഡ്സ് എ സേഫർ സൊസൈറ്റി എന്ന പേരിൽ 270 പരിശോധന ക്യാമ്പയിനുകളാണ് ഈ കാലയളവിനിടെ അധികൃതർ നടത്തിയത്. പിടികൂടിയവരിൽ 93%-ലധികം ആളുകളെയും നാടുകടത്തുമെന്നും ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്നും ഇത്തരം ലംഘനങ്ങളെ നിസ്സാരമായി കാണരുതെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയീദ് അൽ ഖൈലി പറഞ്ഞു. ഇത്തരക്കാർക്ക് സഹായം എത്തിക്കുന്നവരെയും ഇത്തരക്കാർക്ക് ജോലി നൽകുന്നവരെയും പിടികൂടി പിഴ ഈടാക്കുമെന്നും തടവ് ശിക്ഷ ഉൾപ്പെടെ നൽകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിയമലംഘകരെ ജോലിക്ക് നിയമിച്ചാൽ 50,000 ദിർഹം വരെയാണ് പിഴ ഈടാക്കുക. 4 മാസം നീണ്ടുനിന്ന പൊതുമാപ്പ് ഡിസംബർ 31-നാണ് അവസാനിച്ചത്. പൊതുമാപ്പ് കാലയളവിന് ശേഷം പരിശോധനകൾ ശക്തമാക്കുമെന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 24 ദുബായ്. ദുബായിൽ പൊതുഗതാഗത സംവിധാനങ്ങളോടുള്ള പ്രിയം വർദ്ധിച്ചതായി റിപ്പോർട്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം മാത്രം 6.4% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ് ഏറ്റവും അധികം യാത്രക്കാർ സേവനങ്ങൾ ഉപയോഗിച്ചത്. പൊതുഗതാഗത സംവിധാനങ്ങളോട് എമിറേറ്റിലെ ജനങ്ങൾക്കുള്ള പ്രിയം വർദ്ധിക്കുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ വർഷം പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചവരുടെ എണ്ണത്തിൽ 6.4% വർധന രേഖപ്പെടുത്തിയതായി RTA അറിയിച്ചു. 74.71 കോടി ആളുകളാണ് ബസ്, മെട്രോ, ട്രാം, ജലഗതാഗത സംവിധാനങ്ങൾ എന്നിവയിലൂടെ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തത്. പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവ് വന്നിട്ടുണ്ട്. ശരാശരി 20 ലക്ഷം ആളുകളാണ് ഒരു ദിവസം പൊതുഗതാഗത വാഹനങ്ങളിൽ കയറുന്നത്. ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ സുസ്ഥിരമായ വാർഷിക വളർച്ച കൈവരിക്കാനായതിൽ RTA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്തർ അൽ താഹിർ സംതൃപ്തി പ്രകടിപ്പിച്ചു. ദുബായ് മെട്രോയുടെ റെഡ്, ഗ്രീൻ ലൈനുകളിൽ കഴിഞ്ഞ വർഷം 27.54 കോടി ആളുകളാണ് യാത്ര ചെയ്തത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഏറ്റവും അധികം യാത്രക്കാർ സേവനങ്ങൾ ഉപയോഗിച്ചതെന്നും RTA വ്യക്തമാക്കി. കൂടാതെ ആഡംബര യാത്രാ സർവീസുകളായ ലീമോസിൻ യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. RTA സേവനങ്ങളെ സമീപിക്കുന്നതിൽ പൊതുജനങ്ങൾക്ക് RTA നന്ദി അറിയിച്ചു. സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി ഇനിയും ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും RTA വ്യക്തമാക്കി. 24 ദുബായ്. വിവാദ പരാമർശങ്ങളിൽ കുടുങ്ങി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ. കേരളത്തിനെതിരായ പരാമർശം വിവാദമായതോടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മലക്കം മറിഞ്ഞു. പരാമർശങ്ങൾക്കെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ ഇന്നും രംഗത്തെത്തി. വിവാദ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ രാജ്യസഭയിൽ നോട്ടീസ്. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പൊ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഈ പ്രസ്താവനകളാണ് കേന്ദ്രമന്ത്രിമാരെ കുരുക്കിലാക്കിയത്. പ്രതിഷേധം കനത്തതോടെ ജോർജ് കുര്യൻ നിലപാട് മാറ്റി. കേരള സർക്കാരിന് കൂടുതൽ വിഹിതം വേണമെങ്കിൽ ധനകാര്യ കമ്മീഷനെ സമീപിക്കണമെന്നാണ് താൻ പറഞ്ഞതെന്ന വിശദീകരണം. I stated that if the Kerala government wants more share, they should reach or request the Finance Commission to give more share. For that, some criteria are there. They have to fulfill that. Then the government of India will act accordingly. That is what I sent. കേന്ദ്രമന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. എത്രമാത്രം വിചിത്രമായ വാദഗതികളാണ് ചിലര് ഉയർത്തിയത് എന്നത് നാം കണ്ടതാണ്. എത്ര അപഹാസ്യരാവുകയാണ് അവർ തന്നെ അതിലൂടെ എന്നതും കാണേണ്ടതായിട്ടുണ്ട്. 2 കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവനയാണ്. ഇവരുടെ കുടുംബത്തിൽ നിന്ന്, തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്തേക്ക് കിട്ടുന്നത്? ജോർജ് കുര്യനെ സംരക്ഷിച്ച BJP സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ വ്യക്തത വരുത്തിയില്ല. സാമ്പത്തിക രംഗത്ത് നമ്മുടെ അരാജകത്വം,
നമ്മുടെ സർക്കാർ കാണിക്കുന്ന കെടുകാര്യസ്ഥത, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു. സുരേഷ് ഗോപി പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എനിക്കൊരു അഭിപ്രായം അക്കാര്യത്തെക്കുറിച്ചില്ല. സുരേഷ് ഗോപിയുടെ പരാമർശം വിശദീകരിച്ച് കുഴപ്പത്തിലാകേണ്ടെന്ന സമീപനമാണ് BJP നേതാക്കളുടേത്. 24 ഡൽഹി. കേന്ദ്ര റെയിൽ ബജറ്റിൽ കേരളത്തിനുള്ള വിഹിതം 3042 കോടി രൂപ. UPA കാലത്തേക്കാൾ 8 ഇരട്ടിയെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ശബരി റെയിൽ പദ്ധതിയിൽ ത്രികക്ഷി കരാർ സമർപ്പിക്കാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചു. 3042 crore rupees allocation for Kerala. If you compare it with the UPA period, this is 8 times. The total investment being done in Kerala is 15,742 crore. 35 stations are being completely redeveloped under the Amrit Station program. 2025-26 സാമ്പത്തിക വർഷത്തിൽ 3042 കോടി രൂപയാണ് റെയിൽവേ ബജറ്റിൽ കേരളത്തിനുള്ള വിഹിതം. ആകെ 15,742 കോടി രൂപയുടെ റെയിൽ വികസനം കേരളത്തിൽ നടത്തി. 35 അമൃത് സ്റ്റേഷനുകൾ 2,560 കോടി രൂപയിൽ വികസിപ്പിക്കും. നിലമ്പൂർ നഞ്ചൻകോട് പദ്ധതി പുരോഗമിക്കുന്നു. ശബരി റെയിൽ പദ്ധതിക്കായി ത്രികക്ഷി കരാർ സമർപ്പിക്കാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി. അതിതുവരെ ലഭിച്ചിട്ടില്ല എന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി. We have requested the state government to sign that tripartite between state and center and RBI. So no, they haven't yet reverted. റെയിൽവേ സുരക്ഷയ്ക്കായി 1.61 ലക്ഷം കോടി രൂപ ഉപയോഗിക്കും. പുതിയ 200 വന്ദേ ഭാരത് ട്രെയിനുകൾ, 100 പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ, 50 നമോ ഭാരത് ട്രെയിനുകളും റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റൺ പൂർത്തിയായി. ഉടൻ തന്നെ സർവീസ് ആരംഭിക്കും. തിരക്കേറിയ പാതകളിൽ കൂടുതൽ ട്രെയിനുകൾ വരുമെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 24 ഡൽഹി. ലോക്സഭയിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയെ തള്ളി ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിൽ ഉണ്ടെന്ന് കരസേനാ മേധാവി പറഞ്ഞെന്നും മോദിയെ ക്ഷണിക്കാനാവശ്യപ്പെട്ട വിദേശകാര്യമന്ത്രിയെ US-ലേക്ക് അയച്ചുവെന്നും രാഹുൽ ആരോപിച്ചു. പ്രസംഗത്തിൽ രാഹുലിനെതിരെ നടപടിക്ക് നീക്കം ആരംഭിച്ചു. പരാമർശങ്ങളിൽ തെളിവുകൾ നൽകിയില്ലെങ്കിൽ രാഹുലിനെതിരെ നടപടിയെടുക്കുമെന്ന് BJP. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ചർച്ചകൾക്ക് തുടക്കം കുറിച്ച രാഹുൽ ഗാന്ധി കടുത്ത ആരോപണങ്ങളാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിൽ കടന്നുകയറിയിട്ടില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളെ കരസേനാ മേധാവി തന്നെ തള്ളിയെന്ന രാഹുൽ. മോദിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട വിദേശകാര്യമന്ത്രിയെ US-ലേക്ക് അയച്ചെന്നും ആരോപണം. We would not send our foreign minister to invite our prime minister to his coronation. We would not send him 3 or 4 times, please invite our prime minister. Because if we had a production system and if we were working on these technologies, the American president would come here. പരാമർശത്തിൽ എതിർപ്പുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിൽ ഭരണപക്ഷം രംഗത്ത് വന്നു. This is related to the relation between two countries. And he is making an unverified statement about invitation of the prime minister of our country. Is matter of our dignity. How can you make such kind of statement? He is leader of opposition, sir. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയമെന്നും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നെന്നും ആരോപിച്ച രാഹുൽ ഭരണഘടന ഉയർത്തി ജാതി സെൻസസ് ആവശ്യവും ഉന്നയിച്ചു. The new voters have been added mostly in the constituencies where BJP has swept. I am still not making an allegation. I am saying on the floor of the House that the Election Commission has to give the data of the Maharashtra elections to the Congress Party, to the Shiv Sena and to the NCP. സ്പീക്കർ ഓം ബിർളയെ കണ്ട കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉന്നയിച്ച വിഷയങ്ങളിൽ തെളിവുകൾ നൽകിയില്ലെങ്കിൽ രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബജറ്റ് സമ്മേളനത്തിന്റെ 3-ാം ദിനം സഭ ചേർന്നയുടൻ കുംഭമേള ദുരന്തത്തിൽ പ്രത്യേക ചർച്ചയാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ച് നടുത്തളത്തിലിറങ്ങിയെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല. ആവശ്യമെങ്കിൽ നന്ദിപ്രമേയ ചർച്ചയിൽ വിഷയമുന്നയിക്കാൻ സ്പീക്കർ നിർദ്ദേശിച്ചു. 24 ഡൽഹി. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. വടകര മണിയൂരിലാണ് CPIM പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. 50ഓളം വരുന്ന പ്രവർത്തകരാണ് പ്രകടനം നടത്തിയത്. തീരുമാനത്തിനെതിരെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധമുയർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ തോൽവിയിൽ KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. പ്രധാന നേതാക്കൾക്ക് മനഃപൂർവ്വമായ വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. KPCCയിൽ പൊട്ടിത്തെറി ഉണ്ടായേക്കാവുന്ന റിപ്പോർട്ട് ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല.
കരുവന്നൂർ ബാങ്ക് വിവാദത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ സുരേഷ് ഗോപിക്ക് അവസരമൊരുക്കി. മണ്ഡലത്തിൽ 75,000-ലധികം വോട്ടുകൾ BJP ചേർത്തത് തിരിച്ചറിയാനോ തടയാനോ ജില്ലാ നേതൃത്വത്തിന് സാധിച്ചില്ല. ഇനി മത്സരത്തിനില്ലെന്ന സിറ്റിംഗ് എംപിയുടെ പ്രഖ്യാപനം സുരേഷ് ഗോപിക്ക് എതിരാളികളില്ലെന്ന പ്രതീതി വളർത്തി. ഇങ്ങനെ വീഴ്ചകൾ ഓരോന്നും എണ്ണി പറഞ്ഞാണ് തോൽവി പഠിക്കാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ട്. പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് കാരണമായേക്കാവുന്ന പരാതികളും തെളിവുകളും കണ്ടെത്തലുകളും വ്യക്തികൾക്കെതിരായ കടുത്ത ആരോപണങ്ങളും ശുപാർശകളും അടക്കം 30 പേജുകളിലായാണ് റിപ്പോർട്ട്. തോൽവിക്ക് കാരണക്കാരായ നേതാക്കളുടെ പേരെടുത്ത് പറയുന്നുണ്ട് റിപ്പോർട്ടിൽ. പുറത്തു വന്നത് യഥാർത്ഥ റിപ്പോർട്ടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷെ ഇന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നും ആയിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല. പ്രചരിക്കുന്നത് കെട്ടിച്ചമച്ച റിപ്പോർട്ടെന്ന് KC ജോസഫ്. കമ്മിറ്റി റിപ്പോർട്ടറാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. അതൊരു ഫേക്ക് റിപ്പോർട്ടാണ്. ആരോ കെട്ടിച്ചമച്ച റിപ്പോർട്ടാണ് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തായതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളാണ് KPCC പുറത്തുവിടാത്ത റിപ്പോർട്ട് പരസ്യമായതിന് പിന്നിലെന്നാണ് ആരോപണം. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തോൽവിക്ക് പിന്നാലെ രാജിവെച്ച തൃശൂർ DCC പ്രസിഡന്റിന്റെ ഒഴിവിലേക്ക് 4 ദിവസത്തിനകം പുതിയ നിയമനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. 24 തൃശൂർ. കൊച്ചി വൈറ്റ്ലയിലെ ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് ടവറുകൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെന്ന് ഹൈക്കോടതി. ഫ്ളാറ്റ് സമുച്ചയത്തിലെ B-C ടവറുകളാണ് പൊളിക്കേണ്ടത്. താമസക്കാർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. താമസക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്നും അവർക്ക് വാടക ഇനത്തിൽ പ്രതിമാസം പണം നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷൻ പണിതു നൽകിയ കെട്ടിടത്തിലാണ് ബലക്ഷയമുണ്ടെന്ന് റിപ്പോർട്ട് വന്നത്. ചന്ദർകുഞ്ചിൽ 264 കുടുംബങ്ങളാണുള്ളത്. ടവറുകൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനും താമസക്കാരെ ഒഴിപ്പിക്കുന്നതിനുമായി ജില്ലാ കളക്ടർ 2 ആഴ്ചയ്ക്കുള്ളിൽ സമിതി രൂപീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഫ്ളാറ്റുകളുടെ അതേ സൗകര്യവും വലിപ്പവും പുതിയതായി നിർമ്മിക്കുന്ന ഫ്ളാറ്റുകൾക്ക് വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിനോട് വീണ്ടും ചോദ്യങ്ങളുമായി ഹൈക്കോടതി. വിഷയം വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കെ എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കയ്യിലുള്ള രേഖകളുടെ നിയമസാധുതയെന്നും എന്തെന്നും കോടതി ചോദിച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ജുഡീഷ്യൽ കമ്മീഷന് കണ്ടെത്താനാകുമോ എന്ന് ഹൈക്കോടതി ചോദിച്ചത്. വിഷയം വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനാകുമോ എന്നും നിയമനത്തിന് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കയ്യിലുള്ള രേഖകളുടെ നിയമസാധുത എന്തെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആരാഞ്ഞു. മുനമ്പത്തെ ഭൂമി ഏറ്റെടുക്കാനാകുമെന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകി. ഭൂമിയുടെ ഉടമസ്ഥതയ്ക്ക് പ്രദേശവാസികളുടെ കൈവശം മതിയായ രേഖകളുണ്ട്. മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെന്നും നിയമപരമായ രേഖകളുള്ളവരുടെ അവകാശം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. കയ്യേറ്റക്കാരെ സഹായിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്നായിരുന്നു വഖഫ് സംരക്ഷണ വേദിയുടെ ആക്ഷേപം. ഇഷ്ടദാനമായി നൽകിയ ഭൂമിയാണ് മുനമ്പത്തേതെന്ന് ഫറൂഖ് കോളേജ് ആവർത്തിച്ചു. ഭൂമിയുടെ അവകാശത്തിൽ വഖഫ് ട്രിബ്യൂണൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് ഹർജിക്കാർ ഇന്നും വാദിച്ചത്. ഹർജികൾ വ്യാഴാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. എറണാകുളം തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തും. പ്രാഥമിക അന്വേഷണത്തിൽ മിഹിർ അഹമ്മദിന് റാഗിംഗ് നേരിട്ടിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. മിഹിറിന്റെ കുടുംബം നൽകിയ പരാതി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പോലീസിന് നൽകാതെ മറച്ചുവച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെത്തി മിഹിറിന്റെ കുടുംബം മൊഴി നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റാഗിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള തീരുമാനം. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ പോലീസിൽ നൽകാതെ മറച്ചുവെച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. ആത്മഹത്യയിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് നിർദ്ദേശം നൽകിയത്. S. ഷാനവാസ് കാക്കനാട് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസ് നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സ്കൂളുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ NOC സർട്ടിഫിക്കറ്റ് ഇരു സ്കൂളും ഹാജരാക്കിയില്ല. ഈ 2 സ്കൂളുകളോടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ മറ്റേതെങ്കിലും വകുപ്പുകളുടെയോ NOCയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചതിൽ എന്തെങ്കിലും NOC ഉള്ളതായിട്ടോ അത് ഹാജരാക്കാമെന്നോ പറയുകയുണ്ടായിട്ടില്ല.
എന്നാലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മാത്രം നിൽക്കാതെ വിശദമായി അവരുടെ രേഖാമൂലം ചോദിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ NOC അവരുടെ കൈവശത്തിൽ വാലിഡ് ആയിട്ടുള്ളതുണ്ടോ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പരിശോധിക്കുന്നുണ്ട്. സഹപാഠികൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മൊഴിയെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണവും ഉണ്ടാകും. 24 കൊച്ചി. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി തടയാൻ മോട്ടോർ വാഹന വകുപ്പ് നിലവിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിൻവലിച്ച് പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കും. ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗതാഗത കമ്മീഷണർ പുതിയ മാനദണ്ഡം പുറപ്പെടുവിച്ചു. ചെക്ക് പോസ്റ്റുകളിൽ അഴിമതി വർദ്ധിക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. നിലവിൽ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിൻവലിക്കും. പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ചുമതല നൽകി. ഒരു ചെക്ക് പോസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥന് 15 ദിവസം മാത്രമാകും ഡ്യൂട്ടി. 3 ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കൂ. ചെക്ക് പോസ്റ്റുകളിൽ അഴിമതിക്കാരുമായി സൗഹൃദം സ്ഥാപിച്ച് പണമിടപാടുകൾ നടത്തുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് തീരുമാനം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ മാത്രമേ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കൂ എന്നും ഉത്തരവിൽ പറയുന്നു. നികുതി വെട്ടിക്കുന്ന വാഹനങ്ങളെ അതിർത്തിയിൽ പിടികൂടുന്നതിന് പകരം മറ്റിടത്ത് വെച്ച് പിടികൂടാനും ഉത്തരവിൽ പറയുന്നു. എൻഫോഴ്സ്മെന്റ് RTOയുടെ നിരന്തര പരിശോധന ചെക്ക് പോസ്റ്റുകളിൽ വേണമെന്നും നിർദ്ദേശമുണ്ട്. ഇത് സംബന്ധിച്ച പുതിയ മാനദണ്ഡം ഗതാഗത കമ്മീഷണർ പുറത്തിറക്കി. 24 തിരുവനന്തപുരം. മലപ്പുറം എളങ്കൂരിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃ വീട്ടിൽ സമാനതകളില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് സുഹൃത്ത്. ശാരീരികമായും മാനസികമായും പ്രഭിൻ വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നു എന്നാണ് സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. കേസിൽ ഭർത്താവായ പ്രതി പ്രഭിനെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. വിഷ്ണുജയെ പ്രഭിൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. വിഷ്ണുജ പ്രശ്നങ്ങളും വിഷമങ്ങളും മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് പോലും പ്രഭിൻ നിരീക്ഷിച്ചു. പീഡനം സഹിക്കവയ്യാതെ വിവാഹബന്ധം വേർപെടുത്തും എന്ന് പറഞ്ഞപ്പോൾ പലരുമായും വിഷ്ണുജയ്ക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തുമെന്നും കുടുംബത്തെ അപമാനിക്കും എന്നുമാണ് പ്രഭിൻ പറഞ്ഞത്. എല്ലാം വിഷ്ണുജ പങ്കുവെച്ചത് സുഹൃത്തിനോടായിരുന്നു. ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എൻ്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും. കാരണം അയാൾ കുറേ ആരോപണങ്ങൾ പറഞ്ഞു അവൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും. ഞാനത് പറഞ്ഞുണ്ടാക്കും. നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ രീതിയിൽ നിന്റെ ഫാമിലിയെ ഞാൻ നാണം കെടുത്തു. ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. വിഷ്ണുജയെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരാൻ അനുവദിച്ചില്ല. അച്ഛനോടും സുഹൃത്തുക്കളോടും സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. ക്രൂരത മറ്റുള്ളവരോട് പറയുമോ എന്ന ഭയമായിരുന്നു പ്രഭിന്. അവളെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് റീസ്റ്റാർ അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു. പ്രഭിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണുജയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൈമാറി. ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് അന്വേഷണം. ഇതിനുശേഷമാകും പ്രഭിന്റെ കുടുംബാംഗങ്ങളെ കേസിൽ പ്രതി ചേർക്കുന്നത് തീരുമാനിക്കുക. 24 മലപ്പുറം. തിരുവനന്തപുരം കുന്നത്തുകാലിലെ വയോധികയുടെ ദുരൂഹമരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഫോറൻസിക് പരിശോധനാ ഫലം വന്നാലേ മരണകാരണം വ്യക്തമാകൂ. സെലീനാമ്മയുടെ വീട്ടിൽ മോഷണശ്രമം നടന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. 17 ദിവസങ്ങൾക്ക് ശേഷം കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്താണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടെത്താനായിട്ടില്ല. സെലീനാമ്മയുടെ മൃതദേഹം പൂർണ്ണമായും ജീർണിച്ച നിലയിലാണ്. എല്ലുകൾക്ക് പൊട്ടലില്ല. ഫോറൻസിക് പരിശോധനാ ഫലം വന്നാലേ മരണകാരണത്തിൽ വ്യക്തത വരൂ. ഇന്ന് രാവിലെയാണ് സെലീനാമ്മയുടെ മകൻ രാജൻ നൽകിയ പരാതിയിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. സെലീനാമ്മയുടെ ശരീരത്തിലെ ആഭരണങ്ങൾ മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നായിരുന്നു പരാതി. വീട്ടിൽ മോഷണം നടന്നെന്ന സംശയത്തിലാണ് പോലീസ്. അയൽവാസികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കഴുത്തിലെ മാലയടക്കം 5 പവൻ സ്വർണ്ണമാണ് നഷ്ടമായത്. ജനുവരി 6-ന് 3 പവൻ മാല സെലീനാമ്മ വാങ്ങിയിരുന്നു. ഈ മാലയ്ക്ക് പകരവും സെലീനാമ്മയുടെ കഴുത്തിൽ മുക്കുപണ്ടമാണ് ഉണ്ടായിരുന്നത്. 24 തിരുവനന്തപുരം. കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ സംഭവത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി കുടുംബം. പ്രാണരക്ഷാർത്ഥമാണ് യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്ന് ബന്ധു 24നോട് പറഞ്ഞു. പരുക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. മുക്കത്തെ സ്വകാര്യ ലോഡ്ജിൽ ജോലി ചെയ്തിരുന്ന യുവതി താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ലോഡ്ജുടമയും മറ്റു 2 പേരും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് താഴേക്ക് ചാടിയതെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ലോഡ്ജുടമ യുവതിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നതായി യുവതിയുടെ ബന്ധു 24നോട് പറഞ്ഞു. അതിന് ഓണറും പിന്നെ ഒരു 2 പേരും പിന്നെ ഒരു അവിടുത്തെ സെക്യൂരിറ്റിയും പിന്നെ അവരുടെ സഹായിയും ചേർന്നിട്ട് റൂമിലേക്ക് ബലമായി തള്ളി തുറക്കുകയും അകത്ത് കയറുകയും അതുപോലെ തന്നെ മോശമായിട്ട് സംസാരിക്കുകയും പിന്നെ അതുപോലെ തന്നെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ വെപ്രാളത്തിൽ കുട്ടി ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് ചാടുകയുണ്ടായത്.
അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ സംഭവം നടക്കുന്ന എല്ലാ അടിപിടിയും കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കുട്ടിയുടെ മൊബൈലിൻ്റെ ഓണായിരുന്നു, സ്ക്രീൻ റെക്കോർഡിംഗ് ഓണായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറ ഓണായ സമയത്ത് മുഴുവൻ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് റെക്കോർഡ് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 ദിവസം അവറായിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ അവരെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിട്ടില്ല. അവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സംഭവത്തിൽ ലോഡ്ജ് ഉടമ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് മുക്കം പോലീസ് കേസെടുത്തത്. ഇവർ ഒളിവിലാണെന്നും അന്വേഷണം ഊർജിതമായി നടക്കുന്നുവെന്നും പോലീസ് പറയുന്നു. 24 കോഴിക്കോട്. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മാതാവ് ശ്രീധുവിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താൻ പോലീസ്. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിലും വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയതിലും ശ്രീധുവിന് പുറത്തുനിന്ന് സഹായം ലഭിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിനായി പോലീസ് 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകി. ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ശ്രീധുവിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. പിന്നാലെയാണ് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുള്ള ശ്രീധുവിന്റെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് മനസ്സിലാക്കിയത്. തട്ടിപ്പിന് സഹായിച്ചവരുടെ വിവരങ്ങൾ ശ്രീധു പോലീസിന് കൈമാറിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ ശ്രീധു ഒറ്റയ്ക്കല്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥാപനവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സഹായികളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പരാതിക്കാരനായ ഷിജുവിനെ ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് തയ്യാറാക്കിയത്. 10 പേരാണ് ശ്രീധുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. സാമ്പത്തിക കുറ്റകൃത്യത്തിന് റിമാൻഡിലുള്ള ശ്രീധുവിനെയും ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം. ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു.